ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ലാസ്റ്റ് വ്ളോഗിൽ മഴ കാരണം ഞങ്ങളുടെ ബീച്ച് പ്ലാൻ ഞങ്ങൾ ചെറുതായി ഒന്ന് മാറ്റിയായിരുന്നു. ഇപ്പം ഞങ്ങളിത് കോഴിക്കോട് ഗോകുലം മോളിലാണ് വന്നിട്ടുള്ളത്. മഴ കൊള്ളാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം അത് മോളുകൾ മാത്രമാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിതേ മോളിനകത്തോട്ട് കയറി. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. വീക്ക് ഡേയ്സ് വരികയാണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടാകാറില്ല. ഇന്ന് നല്ല തിരക്കാണ്. നിങ്ങൾക്ക് നെസ്റ്റോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ തിരക്ക് എന്താന്ന്. കണ്ടില്ലേ, നെസ്റ്റോയിലൊരു പൂരത്തിനുള്ള ആളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നെസ്റ്റോന്നൊന്നും വാങ്ങിക്കാനും ഇല്ല. അപ്പം നമുക്ക് അടുത്ത ഫ്ലോറിൽ പോയാലോ? അങ്ങനെ ഞങ്ങളിതേ ചുമ്മാ ഓരോ ഫ്ലോറിലും കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് കസിൻസ് പറഞ്ഞത്, എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിലും കൂടെ കയറി നോക്കാമെന്ന്. എന്നാൽ പിന്നെ നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേരെ ഞങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. തിരക്കി ഇറങ്ങിയപ്പോഴാണ് അച്ഛനും മോനത് ഷൂട്ടിംഗ് പോയിന്റ് നിൽക്കുന്നത് കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ ടോപ്പ് ഫ്ലോർ അഥവാ 4th ഫ്ലോറിലോട്ട് പോയാലോ? ഇതാണ് ഇവിടുത്തെ 4th ഫ്ലോർ. പിള്ളേരുടെയും ഞങ്ങളുടെയും ഒരേപോലെ ഫേവറേറ്റ് ഫ്ലോർ. കാരണം ഇവിടെ പ്ലയാസയും ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ട്. പ്ലയാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയാണ്. പിന്നെ നമുക്ക് ഫുഡ് അടിക്കാൻ ഫുഡ് കോർട്ടും. അപ്പം ഇന്നത്തെ ഫുഡ് ചിക്കിങ് എന്നാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതും ബ്രോസ്റ്റഡാണ്. അപ്പോൾ പിന്നെ ഒരു ഫാമിലി മീൽസ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ദേ വന്നിട്ടുണ്ട്. ഫുഡ് എത്തേണ്ട താമസം എല്ലാവരും കൂടെ അറ്റാക്ക് തുടങ്ങി. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കെന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വാവക്കുട്ടിക്ക് പിന്നെ ബ്രോസ്റ്റഡൊന്നും വേണ്ട. ചിക്കിങ്ങിന് അവരൊരു ബലൂൺ കൊടുത്തായിരുന്നു, അതും കളിച്ചിരിപ്പാണ്. എന്ത് ഫുഡ് കഴിച്ചാലും അവസാനം ഒരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ പിള്ളേർ സെറ്റിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് വേണ്ട ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലയാസയിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലയാസയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത് അടുത്ത വ്ളോഗിൽ കണ്ടാലോ? താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.